കോൾ ഇന്ത്യയുടെ ഉപകമ്പനികളെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ സർക്കാർ നീക്കം. ലിസ്റ്റിംഗ് 2030 പൂർത്തിയാക്കും. 8 കമ്പനികൾ ഓഹരി വിപണിയിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റേതാണ് നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സുതാര്യത വർദ്ധിപ്പിക്കാനും ആസ്തികളിലൂടെ കൂടുതൽ മൂല്യം കണ്ടെത്താനുമാണ് ഈ നീക്കം. നിക്ഷേപകർക്കായി വമ്പൻ സർക്കാർ IPOയാണ് വരുന്നത്. കോൾ ഇന്ത്യയ്ക്ക് നിലവിൽ 8 ഉപകമ്പനികളാണ് ഉള്ളത്. ഈ 8 കമ്പനികളെയും ഘട്ടം ഘട്ടമായി 2030 വിപണിയിൽ ലിസ്റ്റ് ചെയ്യാനാണ് PMO കൽക്കരി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നീക്കത്തിന്റെ ആദ്യഘട്ടമായി ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ്, സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ IPOകൾ 2026 മാർച്ചോടെ പ്രതീക്ഷിക്കാം. ഇതിനായുള്ള പ്രാഥമിക രേഖകൾ ഇതിനകം തന്നെ സെബിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോൾ ഇന്ത്യയുടെ ഏറ്റവും ലാഭകരമായ ഉപകമ്പനിയായ മഹാനദി കോൾഡ് ഫീൽഡ്സ്, സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് എന്നിവയെ അടുത്ത സാമ്പത്തിക വർഷം ലിസ്റ്റ് ചെയ്യാൻ കോൾ ഇന്ത്യ ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകിക്കഴിഞ്ഞു. സർക്കാരിന്റെ ആസ്തി വിൽപ്പനയിലൂടെ പണം കണ്ടെത്തുക എന്നതിലുപരി ഓരോ കമ്പനിയുടെയും പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാനും ഓഹരി നിക്ഷേപകർക്ക് കൂടുതൽ മൂല്യം നൽകാനുമാണ് ഈ തീരുമാനം. കോൾ ഇന്ത്യയുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നൽകുന്നത് ഈ ഉപകമ്പനികളാണ്. ഇവ വിപണിയിലെത്തുന്നത് മാതൃകമ്പനിയായ കോൾ ഇന്ത്യയുടെ ഓഹരി വിലയെയും പോസിറ്റീവായി ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്.